എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സയൻസിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ? റിവിഷനാണ്. എല്ലാവരും റിവിഷൻ്റെ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെൻഡിങ് ഉള്ളതൊക്കെ വേഗം കണ്ടു തീർക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സയൻസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചിലതിൻ്റെയൊക്കെ ഓപ്ഷൻസ് വായിക്കുള്ളൂ. ഓപ്ഷൻസ് വായിക്കേണ്ടതാണെങ്കിൽ കേട്ടോ. ഞാൻ മാക്സിമം ഓപ്ഷൻ വായിക്കാതെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. എന്തുതന്നെയായാലും നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. 15 ലോകശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകശാസ്ത്ര ദിനം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോസ് ചെയ്തതിന് ശേഷം വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ലോകശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് നവംബർ 10 നവംബർ 10. 16ാമത്തെ ചോദ്യം ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, SI യൂണിറ്റ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് ശരിയായ ഉത്തരം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ് അല്ലേ? നിങ്ങൾക്കറിയാവോ 1 ന്യൂട്ടൺ = എത്ര ഡൈൻ ആണെന്ന്? 10⁵ ഡൈൻ ആണ് വരിക കേട്ടോ. ഓക്കെ, 17ാമത്തെ ചോദ്യം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഡാഷ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ എന്താ പറയുക നമ്മൾ? ഭാരം. ഓക്കെ. 18 മാധ്യമങ്ങളുടെ സഹായം ഇല്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്നതാണ് എന്ത്? മാധ്യമങ്ങളുടെ സഹായം ഇല്ലാതെയാണ് താപപ്രസരണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ആൻസർ വരും? വികിരണം വരും. ഓപ്ഷൻ എ വികിരണം. ഓക്കെ. 19 തന്നിരിക്കുന്നവയിൽ നിന്നും 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. 2ാം വർഗമാണ് ചോദിച്ചിരിക്കുന്നത്. 2ാം വർഗം എന്ന് പറയുമ്പം എന്ത് വരും? രോധം നടുവിൽ വരും അല്ലേ? ഓക്കെ, ധാരത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഇടയിൽ രോധം വരുമ്പോഴാണ് നമ്മൾ 2ാം വർഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് അതിൽ ഉദാഹരണം? കത്രിക 2ാം വർഗമാണോ? അല്ല. പാക്കുവെട്ടി 2ാം വർഗമാണോ? ആണല്ലേ. വീൽ ചെയർ 2ാം വർഗമാണ്. ചവണ ആണോ? അല്ല. സീസോ ആണോ? അല്ല. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 3ഉം 2ഉം ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ. പാക്കുവെട്ടി, വീൽ ചെയർ. വേറെ ഏതൊക്കെയാണ് ഉദാഹരണം 2ാം വർഗത്തിന്? വീൽ ചെയർ, വീൽ ബാരോ, പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ കത്രിക ഏതാണ്? കത്രിക 1ാം വർഗമാണ് അല്ലേ? സീസോയോ 1ാം വർഗമാണ്. ചവണയോ? ചവണ 3ാം വർഗമാണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാൻ കഴിയും അല്ലേ? പഠിച്ചോളൂ കേട്ടോ. 20ാമത്തെ ചോദ്യം ബെൻസീനിൻ്റെ രാസസൂത്രം. ബെൻസീനിൻ്റെ രാസസൂത്രം ഏത് വരും? ഓപ്ഷൻ ബി C6H6 ആണ് ബെൻസീനിൻ്റെ രാസസൂത്രം. 21 ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ അതായത് LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകം ഓപ്ഷൻ ഡി ബ്യൂട്ടൈൻ ആണ് ശരിയായ ഉത്തരം. ബ്യൂട്ടൈൻ. ഓക്കെ. അടുത്ത ചോദ്യം 22. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നുണ്ട്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം സോഡിയം ആണ്. കറിയുപ്പ് എന്ന് പറഞ്ഞാൽ NaCl ആണെന്ന് അറിയാലോ. ഓക്കെ, അതുകൊണ്ട് സോഡിയം. 23 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ശ്രദ്ധിക്കണം, ഭൂവൽക്കം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വരും? ഓപ്ഷൻ സി ഓക്സിജൻ ആണ് ആൻസർ വരിക. 24 ആസിഡുകളുടെ പൊതുഘടകം ഏത്? ആസിഡിൻ്റെ പൊതുഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണല്ലേ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. 25 ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആര്? ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ബി ലവോസിയ ആണ്. ലവോസിയ. 26 തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. ഞാൻ ഓരോന്ന് വായിക്കാം. ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോക്കൂ കേട്ടോ. ഓക്കെ. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ശരിയാണ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. ശരിയാണ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്.
ശരിയാണോ? അല്ല, തെറ്റാണ്. ആരാണ്? അവോഗാഡ്രോ ആണ് അല്ലേ. അവോഗാഡ്രോ ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവോഗാഡ്രോ ആണ് കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്രാ സൂത്രം. ശരിയാണ്. അപ്പൊ നമുക്ക് ഒന്നാണ് തെറ്റിയിട്ടുള്ളത്, അതായത് മൂന്നാമത്തതാണ് തെറ്റിയിട്ടുള്ളത്. 1, 2, 4 ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ തെറ്റായ ജോഡി എപ്പോഴും ചോദിക്കുന്ന, അപ്പൊ വേഗം എന്ത് എഴുതി വെക്കുക? പെൻ RTC എന്ന് എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആറ്റം ജോൺ ഡാൾട്ടൺ ശരി. ഇലക്ട്രോൺ ഏണസ്റ്റ് റദർഫോർഡ് ആണോ? അല്ല. ഈന്റെ നേരെ ഇവിടെ ആരാ ഉള്ളത്? ടി ആണ്. അതായത് JJ തോംസൺ ആണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ. അതുകൊണ്ട് ഇത് തെറ്റാണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണല്ലോ. അതെ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ്. പ്രോട്ടോൺ JJ തോംസൺ ആണോ? അല്ല, റൂദർഫോർഡ് ആണ് വരിക. അതുകൊണ്ട് ഇത് തെറ്റാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിച്ചത് തെറ്റായ ജോഡിയായിരുന്നു. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. 2ഉം 4ഉം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 4ഉം തെറ്റാണ്. അടുത്ത ചോദ്യം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ത് മാറ്റമാണ്? ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? രാസമാറ്റമാണല്ലേ സംഭവിക്കുന്നത്. രാസമാറ്റം. 29. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ. ശ്രദ്ധിക്കുക, പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ സി റൈസോബിയം ആണ്. റൈസോബിയം. ഇനി 30. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ഓക്കെ, ശരിയാണ്. കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശസ്തരം. ശരിയാണ്. ജീവദ്രവ്യം ജീവന്റെ അടിസ്ഥാന കണിക എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഓക്കെ. ഇനി 31. മൂലലോമങ്ങളിലെ കോശസ്തരം ഡാഷ് ആണെന്നാണ് പറയുന്നത്. അധാര്യമാണോ സുതാര്യമാണോ അങ്ങനെയൊക്കെയാണ് ചോദ്യം. മൂലലോമങ്ങളിലെ കോശസ്തരം ഏതാണ്? അർദ്ധധാര്യ സ്തരമാണ്. അർദ്ധധാര്യം ആണ്. ഓപ്ഷൻ ഡി. 32. മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി. ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. മാംസ്യമല്ല, വേറെ ഏതും ചോദിക്കാം കേട്ടോ. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ഏത്? ഓപ്ഷൻ സി പെപ്സിൻ. മാംസ്യത്തെ ദഹിപ്പിക്കുന്നത് പെപ്സിൻ. മാംസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കനൊക്കെയാണ് ഓർമ്മ വരിക അല്ലേ. KFC അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓർക്കുക. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഈ പെപ്സി കൊക്കക്കോള പോലത്തെ സാധനമൊക്കെ കുടിക്കാറില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. 33. കോശത്തിലെ ഊർജത്തിന്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രം. ഇത് എളുപ്പമല്ലേ. 33 ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ ആണ് ശരിയായ ഉത്തരം. മൈറ്റോകോൺട്രിയ. ഇനി അടുത്ത ചോദ്യം 34. പാല് തൈരാകാൻ കാരണം ഏതിൻ്റെ പ്രവർത്തനമാണ്? പാല് തൈരാവാൻ കാരണം ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലേ. ഓപ്ഷൻ എ ബാക്ടീരിയ. 35. മനുഷ്യന്റെ കാലിലെ ഒരു അസ്ഥിയാണ് ഡാഷ്. ഏതാണ് കൊടുത്തിരിക്കുന്നതിൽ? റേഡിയസ് ആണോ, ടിബിയ ആണോ, അൾനയാണോ, സ്റ്റെർണമാണോ? മനുഷ്യന്റെ കാലിലെ ഒരു അസ്ഥിയാണ് ഓപ്ഷൻ ഡി ടിബിയ. ഓക്കെ. 36. മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46 ആണ്. 44 ആണോന്നും സംശയമൊന്നുമില്ലല്ലോ. 46 തന്നെയാണ് കേട്ടോ. ഓക്കെ. 37. രക്തം കട്ട പിടിക്കാതെ ആകുന്ന രോഗം. അത് കിട്ടുമല്ലോ. ഓപ്ഷൻ എ ഹീമോഫീലിയ. ഓക്കെ. 38. മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവിയാണ് ആര്? മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്നത് ഹൈഡ്രയാണല്ലോ. ഹൈഡ്ര. 39. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കുറച്ച് എളുപ്പമായി പോയില്ലേ എല്ലാ ചോദ്യങ്ങളും. ഇങ്ങനെ എളുപ്പമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ. അൾട്രാസോണിക് ശബ്ദങ്ങളാണ്. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ PSC ഇങ്ങനെ അടികൂടെ ഉള്ളതെന്ന് ചോദിക്കും. നമ്മൾ വളരെ സിമ്പിളായി പഠിച്ചു പോയാൽ ടഫായിട്ടുള്ളതും ചോദിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാ ഏരിയയിൽ നിന്നും ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്ന് കരുതി വലിച്ചു വാരി പഠിക്കരുത്. ഇനി നമുക്ക് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പഠനം മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ അത്രയും സമയമുള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ. 39 സി അൾട്രാസോണിക് ആണ് വരിക. ഓക്കെ.
ഇനി 40 തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയാണ് വേണ്ടത്. നോക്കിക്കേ, ഞാൻ ഓരോന്ന് പറയാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ശരി. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ജൂൾ. ശരി. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ശരി. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, 4ഉം ശരിയാണ്. ഓക്കെ. അപ്പം എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. എർഗ് എന്ന് പറയുമ്പം 1 ജൂൾ ഇസ് ഈക്വൽ ടു എത്ര എർഗാണ്? 1 ജൂൾ ഇസ് ഈക്വൽ ടു 10⁷ എർഗാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം 41. പ്രകാശ പ്രതിഭാസങ്ങളിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കണം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഏതാണ്? ഏറ്റവും അധികം വ്യതിചലിക്കുന്നത് ഏതാ? വയലറ്റ് ആണ്. ഓപ്ഷൻ ഡി വയലറ്റ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ. 42. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ശരിയാണോ? ശരിയാണ് അല്ലേ? ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ശരിയാണോ? ശരിയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കൂടുന്നു. ശരിയാണോ? തെറ്റാണ്. വായിക്കുമ്പം പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. സാന്ദ്രത കൂടുകയല്ല ചെയ്യുക, സാന്ദ്രത കുറയാണ് ചെയ്യുക. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചും സാന്ദ്രത കുറയുകയാണ് ചെയ്യുക. അപ്പം നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1ഉം 2ഉം ആണ് ഞാൻ വായിച്ചതിൽ ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 43. ഒരു അറ്റം കത്തിച്ച വാണം എതിർ ദിശയിലേക്ക് പായുന്നു. ഓക്കെ. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്ന ചലന നിയമം എളുപ്പമല്ലേ? ഒരറ്റം കത്തിച്ച വാണം എതിർ ദിശയിലേക്ക് പായുന്നു. അപ്പോൾ ഏത് വരും? ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം വരും. ഓക്കെ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതെല്ലാവർക്കും അറിയുന്ന ഒരു ചലന നിയമമായിരിക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി എന്ത് കംപ്ലീറ്റ് ചെയ്തു? സയൻസിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സ്പീഡ് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ എല്ലാവർക്കും സ്പീഡിൽ ആൻസർ വേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിലും എല്ലാ ക്ലാസ്സുകളും സ്പീഡിലിട്ട് കാണുന്നൊരു സമയമാണിത്. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാം വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇപ്പം വളരെ സ്പീഡിൽ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.